ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 3 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. ഹസ്ന ചുഴലിക്കാറ്റ് വടക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യത. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരും. US ഓപ്പൺ ടെന്നീസിൽ നിന്ന് നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് പുറത്തായി. പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്ത്രീ സുരക്ഷയ്ക്കായി നിലവിലുള്ള കർശന നിയമങ്ങൾ കൂടുതൽ സജീവമാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു. साथियों, मैं देश और समाज के एक और ज्वलंत विषय को आपके समक्ष उठाना चाहता हूं. आज महिलाओं के खिलाफ अत्याचार, बच्चों की सुरक्षा समाज की एक गंभीर चिंता है. देश में महिलाओं की सुरक्षा के लिए कई कठोर कानून बने हैं. महिला अत्याचार से जुड़े मामलों में जितनी तेजी से फैसले आएंगे, आधी आबादी को सुरक्षा का उतना ही बड़ा भरोसा मिलेगा. രാജ്യത്തെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാന തത്വം പൌരനാദ്യം, അന്തസ്സാദ്യം, നീതി ആദ്യം എന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം, പുതിയ ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സുപ്രധാന പങ്കാണുള്ളതെന്നും ശ്രീ മോദി പറഞ്ഞു. ചടങ്ങിൽ സുപ്രീം കോടതി സ്ഥാപിതമായതിന്റെ 75ാം വാർഷിക ആഘോഷത്തിന്റെ സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കി. രാജ്യത്തെ പുതിയ 3 വന്ദേഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ ഫ്ളാഗ് ഓഫ് ചെയ്തു. മീററ്റ് ലക്നൌ, മധുര ബംഗളൂരു, ചെന്നൈ നാഗർകോവിൽ എന്നീ ട്രെയിനുകളാണ് സർവീസ് ആരംഭിച്ചത്. റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. ഉത്തർപ്രദേശ്, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങൾ തമ്മിൽ അതിവേഗത്തിലുള്ള മികച്ച യാത്രാ സൌകര്യം പുതിയ വന്ദേഭാരത് സർവീസുകളിലൂടെ സാധ്യമാകും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഡെറാഡൂണിലെ CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയത്തിലെ ശാസ്ത്രജ്ഞരുമായും വിദ്യാർത്ഥികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. എയിംസ് ഋഷികേശും രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജും ശ്രീ ജഗദീപ് ധൻഖർ സന്ദർശിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊഴിൽ ഉൽപാദനവും തൊഴിൽ പരിഷ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലാജെയുടെ അധ്യക്ഷതയിൽ മേഖലാതല യോഗം ചേർന്നു. ബംഗളൂരുവിൽ നടന്ന യോഗത്തിൽ കേരളം, കർണാടക, തമിഴ്നാട്, തെലങ്കാന, പുതുച്ചേരി, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. തൊഴിൽ പരിഷ്കരണങ്ങൾ വിജയകരമായി നടപ്പാക്കുന്നതിൽ സംസ്ഥാനങ്ങൾ നിർണായക പങ്ക് വഹിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാരിനെ പിരിച്ചുവിടണം എന്നാവശ്യപ്പെട്ട് BJP MLA-മാരുടെ സംഘം രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് നിവേദനം സമർപ്പിച്ചു. ഡൽഹി നിയമസഭാ പ്രതിപക്ഷ നേതാവ് വിജേന്ദർ ഗുപ്തയുടെ നേതൃത്വത്തിലാണ് സംഘം രാഷ്ട്രപതിയെ സന്ദർശിച്ചത്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ അവർ പങ്കുവച്ചു. രാഷ്ട്രപതിയുടെ അടിയന്തര ഇടപെടൽ നിർണായകമാണെന്നും BJP MLA-മാർ പറഞ്ഞു. ബ്രൂണൈ, സിംഗപ്പൂർ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിദിന സന്ദർശനത്തിന് അടുത്ത മാസം 3-ന് തുടക്കമാകും. ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ബ്രൂണൈ ദാറുസലാം സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യ ബ്രൂണൈ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ 40ാം വാർഷികത്തോടനുബന്ധിച്ചാണ് സന്ദർശനം. ബ്രൂണൈ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ബുധനാഴ്ച സിംഗപ്പൂരിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഡെയ്ല മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെ ബെർത്തിലേക്ക് അടുപ്പിക്കുന്നത് നാളത്തേക്ക് മാറ്റി. ഇന്ന് നടത്താനിരുന്ന ബെർത്തിംഗ് അധികൃതരുടെ സൌകര്യാർത്ഥം നാളത്തേക്ക് മാറ്റുകയായിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ MSCയുടെ വിഴിഞ്ഞത്തെത്തുന്ന ആദ്യ കപ്പലാണ് ഡെയ്ല മദർഷിപ്പ്. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഉദ്ഘാടനം നിർവഹിക്കും. വിമാനത്താവളത്തിലെ ടെർമിനൽ 2-ലാണ് എയ്റോ ലോഞ്ച്. US ഓപ്പൺ ടെന്നീസിൽ നിന്ന് നിലവിലെ ചാമ്പ്യനും ലോക 2ാം നമ്പർ താരവുമായ നൊവാക് ജോക്കോവിച്ച് പുറത്ത്. 3ാം റൌണ്ടിൽ ഓസ്ട്രേലിയയുടെ അലക്സി പോപ്പറിൻ ആണ് 1-നെതിരെ 3 സെറ്റുകൾക്ക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയത്. കിരീട പ്രതീക്ഷയുണ്ടായിരുന്ന സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസും പുറത്തായി. നേരത്തെ
പുരുഷ ഡബിൾസിൽ ഇന്ത്യ ഓസ്ട്രേലിയൻ ജോഡികളായ രോഹൻ ബൊപ്പണ്ണ മാത്യു എബ്ഡൻ സഖ്യം പ്രീ ക്വാർട്ടറിൽ കടന്നിരുന്നു. പുരുഷ ഡബിൾസിൽ ഇന്ത്യയുടെ യുഗി ഫാംബ്രിയും ഫ്രഞ്ച് പങ്കാളി അൽബാനോ ഒലിവെറ്റിയും മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പാരീസ് പാരാലിമ്പിക്സ് മൂന്നാം ദിനത്തിലും മെഡൽ പ്രതീക്ഷയോടെ ഇന്ത്യ. ഇന്ന് രാത്രി നടക്കുന്ന ജാവലിൻ ത്രോ F57 ഫൈനൽ ഇനത്തിൽ പർവീൻ കുമാർ ഇന്ത്യയ്ക്കായി കളത്തിലിറങ്ങും. ഷൂട്ടിംഗിൽ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ റൈഫിൾസ് സ്റ്റാൻഡിംഗ് SH1 യോഗ്യതാ റൌണ്ടിൽ സ്വരൂപ് മഹാവീർ ഉൻഹാൽക്കർ അല്പസമയത്തിനകം മത്സരത്തിനിറങ്ങും. വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ SH1 കാറ്റഗറി യോഗ്യതാ റൌണ്ടിൽ റുബീന ഫ്രാൻസിസും ഇന്നിറങ്ങും. ഇന്നലെ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യയുടെ അവനി ലേഖര റെക്കോർഡോടെ സ്വർണം നേടിയിരുന്നു. ഇതേ ഇനത്തിൽ മോനു അഗർവാളും പെൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ടമത്സരത്തിൽ പ്രീതി പാലും വെങ്കല മെഡൽ കരസ്ഥമാക്കിയപ്പോൾ പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ മനീഷ് നർവാൾ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ സ്വന്തമാക്കി. മെഡൽ നേടിയ താരങ്ങളെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു. അസ്ന ചുഴലിക്കാറ്റ് വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ചുഴലിക്കാറ്റിനെ തുടർന്ന് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗുജറാത്തിലെ കച്ചിൽ കനത്ത മഴയാണ് ലഭിച്ചത്. അതേസമയം ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, കർണാടക എന്നിവിടങ്ങളിലെ ചില സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. മധ്യ ഇന്ത്യ, കേരളം, മാഹി, തീരദേശ കർണാടക, മധ്യ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലും അടുത്ത ഒരാഴ്ച കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തൃശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. മണ്ണിടിച്ചിലിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ. TP രാമകൃഷ്ണന് പകരം ചുമതല നൽകിയേക്കുമെന്നും സൂചനയുണ്ട്. എന്നാൽ LDFO, CPIM നേതൃത്വമോ ഇക്കാര്യം ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. BJP നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം എന്നാണ് സൂചന. തിരുവനന്തപുരത്ത് ഇന്ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തേക്കും. EP ജയരാജനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയത് സംബന്ധിച്ച റിപ്പോർട്ടുകളിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ CPMന് BJPയുമായി ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് ആരോപിച്ചതിന്റെ തെളിവാണ് EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെന്ന് അദ്ദേഹം പറഞ്ഞു. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് നടന്നു. ചലച്ചിത്ര നടനും KCL ബ്രാൻഡ് അംബാസഡറുമായ മോഹൻലാൽ ലോഞ്ചിംഗ് നിർവഹിച്ചു. KCL ചാമ്പ്യന്മാർക്കുള്ള ട്രോഫി കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ അനാവരണം ചെയ്തു. ന്യൂഡൽഹിയിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഖാദി മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി അവലോകനം ചെയ്തു. ഖാദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മേഖലയുടെ പ്രവർത്തനം യോഗത്തിൽ കേന്ദ്രമന്ത്രി വിലയിരുത്തി. ഖാദിയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ലോകത്തെ പ്രമുഖ ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോം മറികടന്ന് ഇന്ത്യയുടെ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഈ വർഷം ഏപ്രിൽ-ജൂലൈ കാലയളവിൽ ഏകദേശം 81 ലക്ഷം കോടി രൂപയുടെ ഇടപാടുകൾ നടത്തി. വാർഷിക ഇടപാടുകളിലെ കണക്കനുസരിച്ച് ഇത് 37% വർധനയാണ്. രാജ്യത്തെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്ന സന്ദേശവുമായി ഡൽഹി ആകാശവാണിയും വിമൻസ് കളക്ടീവ് ഫോറമും സംയുക്തമായി സംഗീത പരിപാടി സംഘടിപ്പിച്ചു. വയലൻസ് ഫോർ വിമൻസ് എന്ന പരിപാടി മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഉദ്ഘാടനം ചെയ്തു. സംഗീതത്തിലൂടെ സ്ത്രീകളെ ആദരിക്കുകയായിരുന്നു പരിപാടിയുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾ ആശങ്കാജനകമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജില്ലാ ജുഡീഷ്യറിയുടെ ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. 3 പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാളെ പ്രവർത്തനം ആരംഭിക്കും. അസ്ന ചുഴലിക്കാറ്റ് വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലൂടെ പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങാൻ സാധ്യത. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ മഴ തുടരും. US ഓപ്പൺ ടെന്നീസിൽ നിന്ന് നിലവിലെ ചാമ്പ്യൻ നൊവാക് ജോക്കോവിച്ച് പുറത്തായി. പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.